പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, രോഗികളുടെ ആരോഗ്യമായ മാതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് വരാം. മരുന്നുകൾക്ക് സുഖപ്പെടുത്താൻ കഴിയാത്ത വിധം ശരീരം തളർന്നു പോയവർ, മാരകമായ രോഗങ്ങൾ ശരീരത്തെ കാർന്നു തിന്നുന്നവർ, വേദന സഹിക്കാൻ വയ്യാതെ കണ്ണുനീരൊഴുക്കുന്നവർ, ഇവർക്കായി നമുക്കിന്ന് നെഞ്ചുരുകി പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനയിൽ ഒന്നാകാം. രോഗികളെ തൊട്ടു സുഖപ്പെടുത്തിയ ഈശോയെ നമുക്ക് ധ്യാനിക്കാം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നരുളി ചെയ്ത യേശു ഇന്നും ജീവിക്കുന്നു. കുരിശിൻ ചുവട്ടിൽ മകന്റെ വേദന കണ്ട് തളരാതെ നിന്ന പരിശുദ്ധ അമ്മ ഇന്ന് നമ്മുടെ രോഗശയ്യക്കരികിൽ നിൽക്കുന്നുണ്ട്. അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോയുടെ തിരുരക്തം നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും ഒഴുകി രോഗാണുക്കളെ നശിപ്പിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കൃപാസനം രാജ്ഞി, വൈദ്യശാസ്ത്രം അസാധ്യമെന്ന് പറഞ്ഞ രോഗബാധിതരായ ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. ശരീരത്തിൽ പടരുന്ന അർബുദ കോശങ്ങളെ ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ പുറംതള്ളുന്നു. തകരാറിലായ വൃക്കകൾ, കരൾ, ഹൃദയം തുടങ്ങിയ അവയവങ്ങൾക്ക് പുതുജീവൻ നൽകണമേ. തളർവാദം മൂലം കിടപ്പിലായവർക്ക് എഴുന്നേറ്റ് നടക്കുവാൻ കൃപ നൽകണമേ. വിട്ടുമാറാത്ത വേദനകളിൽ നിന്ന് മക്കളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ സ്പർശനത്താൽ മുറിവുകൾ ഉണങ്ങട്ടെ, അസ്ഥികൾക്ക് ബലം നൽകട്ടെ. പ്രിയമുള്ളവരെ, ഈ നിമിഷം നമുക്ക് രോഗികളുടെ പേരും അവരുടെ രോഗവും ഓർത്ത് നിശബ്ദമായി പ്രാർത്ഥിക്കാം. അമ്മേ, കീമോതെറാപ്പി, ഡയാലിസിസ്, റേഡിയേഷൻ തുടങ്ങിയ കഠിനമായ ചികിത്സകളിലൂടെ കടന്നു പോകുന്നവർക്ക് അത് സഹിക്കുവാനുള്ള ശക്തി നൽകണമേ. മരുന്നുകൾ പാർശ്വഫലങ്ങളില്ലാതെ ശരീരത്തിൽ പ്രവർത്തിക്കട്ടെ. ശസ്ത്രക്രിയയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് അമ്മയുടെ സംരക്ഷണം നൽകണമേ. ഡോക്ടർമാരുടെയും കരങ്ങളെയും ചിന്തകളെയും ഈശോ നയിക്കട്ടെ. ആശുപത്രിവാസം മടുപ്പിക്കുന്നവർക്ക് വേഗത്തിൽ വീട്ടിലേക്ക് മടങ്ങാൻ സാഹചര്യമൊരുക്കണമേ. ചികിത്സാ ചിലവുകൾക്കായി പണമില്ലാതെ വിഷമിക്കുന്ന കുടുംബങ്ങൾക്ക് അത്ഭുതകരമായി വഴി തുറന്നു നൽകണമേ. പ്രത്യാശയുടെ നിലവിളക്കെ, മരണഭയം വേട്ടയാടുന്ന മക്കളെ അമ്മയുടെ നീല മേലങ്കിയാൽ പൊതിയണമേ. ഞാൻ മരിച്ചു പോകുമോ, എൻ്റെ മക്കൾക്ക് ആരുണ്ടാകും എന്ന ആകുലതകളിൽ നിന്ന് അവരെ മോചിപ്പിക്കണമേ. ആത്മവിശ്വാസവും ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസവും അവർക്ക് നൽകണമേ. ഈ രോഗം മരണത്തിലേക്കല്ല, മറിച്ച് ദൈവമഹത്വത്തിനാണെന്ന് അവർ തിരിച്ചറിയട്ടെ. ഒരത്ഭുത സൗഖ്യം വഴി ലോകത്തിനു മുൻപിൽ സാക്ഷ്യം പറയുവാൻ അവരെ ഒരുക്കണമേ. രോഗിയെ പരിചരിക്കുന്നവർക്കും തളർന്നു പോകാതിരിക്കുവാൻ കരുത്തു നൽകണമേ. പ്രിയമുള്ളവരെ, നമുക്ക് അല്പനേരം അവരുടെ പൂർണ്ണ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. കൃപാസന മാതാവേ, രോഗികളായ ഞങ്ങളുടെ മക്കളെ അമ്മ സ്പർശിച്ചുവെന്നും സൗഖ്യം നൽകിയെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശോധനാ റിപ്പോർട്ടുകളിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അമ്മയുടെ പ്രത്യേക കരുണയും അത്ഭുത സൗഖ്യവും നിങ്ങളിൽ നിറയട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.